ഇതാ 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 ഉത്തരത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോണല്ലേ. ഏതാ നോട്ടെന്നറിയോ അല്ലേ? മൂന്നാളുണ്ട് കേട്ടോ. നമ്മളുടെ മൈസൂരിൽ നിന്ന് സത്യമംഗലം വഴി ഈ റോട്ടിലേക്ക് ഇതിലെങ്ങനെ വരുമ്പോൾ ഈ തമിഴ്നാട് കർണാടക ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലമല ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ വെള്ളം നിൽക്കുന്നത് കണ്ടില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ആന ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും കേട്ടോ ശരിക്ക്. ഈ ഭാഗത്ത് മിക്കവാറും ഒരെണ്ണത്തിനെങ്കിലും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങനെ നല്ല നല്ല പോയി നോക്കാം. ഷെഫീക്കെ പോട്ടെ. ആനനെ വഴിയിൽ നിന്ന് കാണാൻ ഇഷ്ടമുള്ളവർക്ക് അടിപൊളി റൂട്ടാട്ടത്. ഈ ഹസനൂർ അല്ലെങ്കിൽ തലമല ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്നിനെങ്കിലും കാണാതിരിക്കില്ല കേട്ടോ. ആനനെ കാണണേ, ആനനെ കാണുമോ എന്തോ. എന്തായാലും നമ്മളെന്തായാലും കാണാതിരിക്കില്ല. ഷെഫീക്കെ എന്ത് ഭംഗിയാണ് അവിടെയൊക്കെ കാണാൻ അല്ലേ. നോക്ക്, മാനുകൾ കൂടുതലുള്ള ഏരിയ കേട്ടോ അതൊക്കെ. കൊമ്പും അടക്കം നോക്ക്. ആ നല്ല സ്മൂത്ത് കൊമ്പ് അല്ലേ. അയിമത്തന്നെ രോമുള്ള മാതിരി ഒരു തരം. അത് നല്ല രസമുണ്ട്, നല്ല ഭംഗി. ഇതിനെ നമ്മൾ ആ മൈസൂര ഭാഗത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഒരു വലിയ ഒരുപാട് അവിടെ അങ്ങനത്തെ ഇല്ല കൊമ്പല്ല, സാധാ കൊമ്പുള്ളതാണ്. ഇതും അവിടെ ഒരു രോമായിട്ടുള്ളേ ഒരു തൊപ്പമാതിരിയുള്ള സാധനം ഉണ്ട്. അപ്പോഴാണ് ആൾക്കാർ കാണുന്നത് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഉണ്ടോ? ഇവരെങ്ങനെ കാണും, ഇങ്ങനെ കാണുമ്പോഴാണ് അതിന്റെ ശരിക്കൊരു ഉള്ളു പോയി ഭംഗിയിട്ടുള്ള കണ്ടു. ഇപ്പൊ നമ്മളെ കണ്ടുവരെ അതൊക്കെ ആന ഉണ്ട് കേട്ടോ മുന്നില്. കാണിച്ചുതരാം, നോക്കാം. വന്നതിന് കാര്യം ഉണ്ടായി. ഇനി ആ ആനനെ മുന്നിലാണ്. ആണ് പോട്ടെ. ആ സൈഡിലേക്ക് പൊടി, ആ സൈഡിലേക്ക് പൊടി. കയറി പോവാ, കയറി പോവാ. ഇതാ 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 ഉത്തരത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോണല്ലേ. നല്ല റിസ്ക് എടുത്തിട്ടാ പോണില്ല. ആശ കണ്ട കണ്ട കണ്ട. ആണ് കയറി നിന്നാണ് ആള്. ചെന്ന കൂർത്ത കൊമ്പട്ടല്ലേ ഫ്രണ്ടിലാണെങ്കിലേ. കേറിയാണ്ട് കേറി നിന്നു. കണ്ടു ഷെഫീഖ് അടുത്ത് പുലിനെ കാണാൻ നോക്കാം. ഇവർക്ക് ഭാഗ്യല്ല. കണ്ടു. 5 മിനിറ്റ് മുന്നാണെങ്കിൽ നമുക്ക് മുന്നേ കിട്ടിയിരുന്നു അല്ലേ. വാവ്, എന്താ സീനറി അല്ലേ. അപ്പുറത്ത് അവിടെ ക്യാമറയിൽ ഞാൻ കാണിക്കട്ടെ, സൂം ചെയ്ത് കാണിക്കാം, മൊബൈലിൽ കാണിക്കാം. ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുന്നത് എന്താ സീനറി എന്നൊക്കെ. ഇതില് പുലിക്കുട്ടികൾ ഇറങ്ങിപ്പോണുണ്ടോ? ഭയങ്കര വളവല്ലേ ഇത്. ആഹാ, ഇവിടെ നിർത്താൻ പറ്റൂല കേട്ടോ, ഭയങ്കര വളവാണ് ഇതൊക്കെ.
വല്ലാത്തൊരു കേരളമായിപ്പോ ഇതിലെ കൂടെ കയ്യെത്തും ദൂരത്ത്. ഇനിയിപ്പോ താഴെ ഫുള്ള് കോടയാവും. നമ്മള് മുകളിലാവുകൊണ്ട് അതിങ്ങോട്ട് കയറി വരുന്നുണ്ട്, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല. ഷെഫീക്ക് ആരാടാ വരുന്നത്? നല്ല പരിചയം ഉണ്ടല്ലോ. നോക്ക്, എൻ്റെ സൈഡിൽ കാണാൻ നോക്കണം. നോക്ക്, എന്നെ അറിയും തോന്നുന്നു കേട്ടോ. കണ്ടോ, എത്തി നോക്കണുണ്ടോ? റൈറ്റ് സൈഡിലേക്ക് എത്തി നോക്കണുണ്ടോ എന്നെ? അടുത്ത ആള് എത്ര മുകളിൽ നീണ്ടെത്തുക? 3 4 വാലിൻ്റെ നീളം നോക്ക്. കണ്ടോ കണ്ടോ, അയ്യോ, ഓ രക്ഷപ്പെട്ടു. വെറുതെ അല്ല കേട്ടോ, മൃഗങ്ങളുള്ള ഭാഗത്ത് വെറുതെ അല്ല ബോർഡ് വെക്കുന്നത് മെല്ലെ പോണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കാറില്ല അല്ലേ? ചോദിച്ചോക്ക് ഷെഫീക്കെ, പോരണ ചോക്ക്. നല്ല പരിചയം കേട്ടോ എന്നെ. അങ്ങനെ നമ്മൾ ചുരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കോട താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണ് അറിയാം. വല്ലാത്ത സീനറി അല്ലേ? അതൊക്കെ അവിടെ മല കവർ ചെയ്തല്ലേ ഫുള്ള്. ആ സൈഡിക്കൊക്കെ ഒന്നും കാണല്ല. എന്താ സീനറി അല്ലേ? കോട താഴെ അവിടെ കയറണില്ല. ഇതിൻ്റെ മുകളിൽ ക്യാമറയിൽ കാണല്ല. അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എത്ര ഹൈറ്റിലാവും അല്ലേ? വണ്ടി ആ സൈഡിൽ നിന്ന് അവിടെ നിന്നല്ലേ വരണേ? ആ താഴ്ന്നു വരണം. ആല് കട്ടായി നിൽക്കുക. ആലിൻ്റെ വേര് തൂങ്ങിയിട്ട് വണ്ടി പോണ ഭാഗം മാത്രം കട്ടായി. നല്ല രസമുണ്ടല്ലേ? ആഹാ, അങ്ങനൊന്നും കണ്ടിട്ടുണ്ടാവില്ല. സൈഡൊക്കെ ഇടിഞ്ഞിക്കണം കേട്ടോ. കേറൂല ആ വണ്ടി ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ വീണ്ടും കുത്തി വരും. അത് ചെയ്തോണ്ട് അത് പരിചയമാണ്, ഒരു പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് പരിചയമുള്ള നമുക്കറിയില്ല, നമ്മളെ സൈഡിൽ കൂടെ പോരാ. നേരെ ചെന്ന് ചിലവരൊന്ന് അടി ഉണ്ടാക്കും. 500 കടുവ നിൽക്കണുണ്ട് കഴിഞ്ഞാണല്ലോ ഫുള്ള് കടുവയാണ് കരുതും. ഭയങ്കര കടുവയാണ് അല്ലേ? ഊട്ടി സ്ട്രൈറ്റ് ആണ് അല്ലേ? കോയമ്പത്തൂർ ലെഫ്റ്റ്. സത്തി 13 കിലോമീറ്റർ. എന്താ പുലി പോണ്? സൈഡിൽ കൂടെ പുലി. ചെറിയ കുട്ടികളല്ലേ? മുന്നിൽ സത്യമംഗലം എത്താനായിട്ടോ. നമ്മൾ ചുരം ഇറങ്ങി സത്യമംഗലം എത്താനായി. അപ്പോൾ ഇതുപോലുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് എനർജി കൂടുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ആഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും.